ഇന്ന് നമുക്ക് കാനഡയിൽ ആൽബർട്ട പ്രൊവിൻസിലെ കൊളംബിയ ഐസ് ഫീൽഡിലൂടെയും സ്കൈവാക്കിലൂടെയും ഒക്കെ ഒന്ന് സഞ്ചരിച്ചു വന്നാലോ? ഫ്രണ്ട്സ്, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ യാത്ര ഐസ് ഫീൽഡ് പാർക്ക് വേ ഹൈവേ 93യിലൂടെയുള്ളതായിരുന്നു. ബോലേക്കിലെയും മറ്റും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായ കൊളംബിയ ഐസ് ഫീൽഡ്, സ്കൈവാക്ക് എന്നീ രണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകൾ കാണുവാനുള്ളതായിരുന്നു. യാത്രയിലുടനീളം ചുറ്റും നല്ല കാഴ്ചകളാണ്. ദൂരെ നിന്ന് തന്നെ പർവ്വതനിരകളുടെ മനോഹരമായ വ്യൂസ് കാണും. ഞങ്ങളുടെ ടിക്കറ്റ്സ് ഒക്കെ ഓൺലൈനായി ബുക്ക് ചെയ്തിരുന്നു. ഓരോരോ സ്ലോട്ട് ആയിട്ടാണ് ഇതിലേക്കുള്ള യാത്ര ബുക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങള് കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഡിസ്കവറി സെന്ററിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസ് വരെ ബസ്സിൽ പോകണം. ഞങ്ങളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഐസ് ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതനിരകളുടെ മുകളിലാണ്. ഞങ്ങൾ ഇപ്പോൾ പോകുന്ന വണ്ടി ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മാത്രമേ പോവുകയുള്ളൂ. മുകളിലേക്ക് കയറി പോകുവാൻ വേറൊരു തരം വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പർവ്വതത്തിന്റെ മുകളിലേക്ക് പാറകളുടെയും നല്ല വണ്ണമുള്ള ചരൽ കല്ലുകളുടെയും ഇടയിലൂടെയുള്ള യാത്ര കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. എങ്കിലും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു പോകുമ്പോൾ കൂടുതൽ പേടിയൊന്നും തോന്നിയില്ല. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് നിരക്ക് 125 മുതൽ 146 കനേഡിയൻ ഡോളേഴ്സ് മുതിർന്നവർക്കും, യൂത്ത്സിനാണെങ്കിൽ $81, കുട്ടികൾക്ക് 5 വയസ്സ് വരെ ഫ്രീയുമാണ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്ന് ഇനി ഇതുപോലുള്ള ഐസ് എക്സ്പ്ലോററിലാണ് യാത്ര. ഈ ബസ് ഐസ് ഫീൽഡ് വരെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകും. അവിടെ 15 മുതൽ 25 മിനിറ്റ് വരെ സമയം അനുവദിക്കും. ആ സമയമാകുമ്പോഴേക്കും ബസ്സിൽ തിരിച്ചെത്തണം. ആൾക്കാരൊക്കെ തിരിച്ചെത്തി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ബസ് അതിൻ്റെ മടക്ക യാത്ര തുടരും. ഇപ്പോഴ് ഞങ്ങള് ഐസ് ഫീൽഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടേക്കുള്ള യാത്രാ സമയം, അതായത് പ്രവേശന സമയം 9 മണി രാവിലെ മുതൽ 6 മണി വൈകുന്നേരം വരെയാണ്. സീസൺ അനുസരിച്ചിട്ട് സമയത്തില് മാറ്റമുണ്ടാവും.
ഐസ് ഫീൽഡിൽ എത്താറായി. അവിടെ നിന്നും മെൽട്ടായിട്ട് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് ഫീൽഡ്. പരന്നു കിടക്കുന്ന പാറകളുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തണുപ്പ് കൂടുതലായിരിക്കുമെന്നറിഞ്ഞ് ഞങ്ങള് സ്നോ ജാക്കറ്റും പിന്നെ സ്നോ ഷൂസും ഒക്കെ കരുതിയിരുന്നു. സ്നോ ഷൂസ് ഉപയോഗിച്ചില്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെ പരിചയമുള്ള ആൾക്കാർ പലരും സ്നോ ഷൂ ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ പോകുമ്പോൾ സ്നോ ഷൂസും നല്ല ജാക്കറ്റ്സും ഒക്കെ കരുതുന്നതാണ് വളരെ ഉത്തമം. ഇരുപത്തി 5 മിനിറ്റ് സമയമാണ് ഇതിൽ ചെലവഴിക്കാനായിട്ട് നമുക്ക് തരുന്നത്. ഇരുപത്തഞ്ച് മിനിറ്റ് ഐസ് ഫീൽഡിൽ ചെലവഴിച്ചതിന് ശേഷമുള്ള ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര. ഐസ് ഫീൽഡിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോയത് അവിടെ നിന്നും 5 കിലോമീറ്ററിലധികം ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്കൈ വാക്കിലേക്കാണ്. രണ്ടും ഒരേ ടൂറിന്റെ ഭാഗമാണ്. സ്കൈ വാക്കിലേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു പോകുവാനുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ.
ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പർവ്വത താഴ്വരയിൽ നിന്നും 280 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ വാക്ക് അതിന്റെ ഫ്ലോറ് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. താഴേക്ക് നോക്കുമ്പോൾ പേടി തോന്നും. താഴെയാണെങ്കിൽ പർവ്വതങ്ങളുടെ ഇടയിൽ പാറകളും ഒഴുക്കുള്ള റിവറുമാണ് താനും. കണ്ടോ, ഗ്ലാസ്സിലൂടെ താഴെ നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ വ്യൂസ്. അങ്ങനെ കൊളംബിയ ഐസ് ഫീൽഡും സ്കൈ വാക്കും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.